അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വിച്ചർപ്പച്ചിലാണ്. പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ടൗണിലാണ്. പെരിന്തൽമണ്ണ ജൂബിലിയുടെ അടുത്താണ്. അപ്പൊ അതുകൊണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു വീടാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വീട്, ഇന്ന് കാണുന്ന വീട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം അടങ്ങിയിട്ടുള്ള നല്ല ടൈൽസ് ഒക്കെ ഇട്ടുള്ള നല്ല വൃത്തിയുള്ള വീടാണ്. ഇതിന്റെ പരിസരത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല VIP വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 26.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹബീബുകൾ ടൗണിലായതുകൊണ്ട് ആർക്കെങ്കിലും വാടക കൊടുത്താൽ തന്നെ നല്ലൊരു വാടക കിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ എല്ലാവരും ഒന്ന് കാണുക. ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ, ഇത് കണ്ടില്ലേ, ജൂബിലി റോഡിൽ നിന്ന് വരുന്ന റോഡാണ്. ജൂബിലി റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ആണ് ദൂരം. ഇതിന്റെ പരിസരത്ത് ഇങ്ങനെ വരുന്ന റോഡിൽ നിന്ന് ഈ പോക്കറ്റ് റോഡിന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ വീടുകളുടെ ഇടയിൽ ടൗണിലാണ് കേട്ടോ. നമ്മുടെ ടൗണിന്റെ പരിസരത്താണ്, മലപ്പുറം ജില്ലയിലാണ്, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് കാണുന്ന വീടുകളൊക്കെ ഉണ്ടോ. അപ്പൊ നമുക്ക് കൊടുക്കാനുള്ളത് വീട് ഈ കാണുന്ന വീടാണ് ഈ ഇടത് ഭാഗത്ത് ഉണ്ടോ. മുന്നിലൊക്കെ നല്ല വീടും കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് ഉണ്ടോ. ചുറ്റോട് ചുറ്റും മതിൽ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള അടിച്ചാപൊളി വീടാണ്. 5 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് ആണ്. 3 ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഇത്. എല്ലാ ഭാഗത്തും മതിലുണ്ട്. 4 പുറം വീടുകളുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറുകയാണെങ്കിൽ 4 പുറം പരിസരം കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കോയൽക്കിണർ, അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ എല്ലാം ഉണ്ട്. കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു തെങ്ങ് ഉണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് അരക്കാനുള്ള തേങ്ങ ഇതുമുണ്ടാവും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അടക്കാപ്പഴത്തിന് മരം ഉണ്ട് അവിടെ, അതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് സ്ഥലം നല്ല സ്പേസ് ഉണ്ട്, സൈഡിലേക്ക് സ്പേസ് ഉണ്ട്, കുഴൽ കിണർ ഉണ്ട്, അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് കുഴൽ കിണർ. അതുപോലെ തന്നെ ഈ മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പടുത്തിട്ട് നല്ല രീതിയിൽ നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടി നല്ല പടുത്ത മതിൽ. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇതാണ് ബാക്ക് സ്പേസ്, നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ തൊട്ട് വീടുകൾ, ടൗൺ ആകുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ വീടുകൾ ഉണ്ടാകുക, തൊട്ട് വീടുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് വരാൻ സാധ്യത. അങ്ങനെ വന്ന് തൊട്ട വീടുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണുന്നത് ഇതല്ലേ, നിങ്ങൾ വന്നു കഴിഞ്ഞാല് സൗകര്യങ്ങൾ അങ്ങനെ മുറ്റത്തേക്ക് രണ്ടാമത് നമ്മൾ വന്നു. മുറ്റം ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ 2-3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. 2 വണ്ടിക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് 2 സൈഡിൽ. അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, വലിയ സിറ്റ് ഔട്ട് ആണ്. ഒരു 10 പേർക്ക് ഇരിക്കാനുള്ള സിറ്റ് ഔട്ട് വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഡോർ ആണെങ്കിലോ നല്ല അടിപൊളി ഡോർ ഉണ്ടോ. ടൗണിലാണ് കേട്ടോ, പെരിന്തൽമണ്ണ ടൗണിലാണ്, മുനിസിപ്പാലിറ്റി ഏരിയയാണ്. അതൊക്കെ കാണാൻ ഹബീബിങ്ങളെ. അങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളതാണ് ഹാള്. വലിയൊരു ഹാള് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഹാള് ഉണ്ടോ, നല്ല വലുപ്പമുണ്ട്. ആ ബിൽഡിംഗ് ഒക്കെ കാണിച്ചോക്ക്, ഒരു പൊട്ടോ ലീക്കോ ഒന്നുമില്ല. അധികം പഴക്കമില്ലാത്ത വീടാണ് ഇതൊക്കെ കേട്ടോ. ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ്. പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2.5 കിലോമീറ്റർ ആണ് ദൂരം. ടൗണിലാണ് കേട്ടോ. ജൂബിലി എന്നുള്ള സ്ഥലപ്പേര് പറയാം, ജൂബിലി. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം, ഇടതു ഭാഗത്ത് നല്ലൊരു ബെഡ്റൂം. അത്യാവശ്യം വലിപ്പം സൗകര്യം, ഒരു കട്ടില്, ഒരു അലമാര ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്പേസ് ഒരുപാട് ബാക്കിയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ. അപ്പൊ വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരും. ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു കറണ്ട് ബൾബില്ല, ബാത്റൂം, കോമൺ ബാത്റൂമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ് റൂം. അത്യാവശ്യം സ്പേസ് ഉണ്ട്, അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്, റാക്ക് ഉണ്ട് മുകളിൽ കേട്ടോ. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് എന്റെ ഹബീബികൾ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ മേലേക്ക് 2-3 റൂം എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ബെഡ്റൂം കൂടെ ഇവിടെ ഉണ്ട്. ഇതൊരു ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂമാണ്. ഇതിനൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത്. ഇനി വേണമെങ്കിൽ ഈ റൂമിൽ നിന്ന് നമുക്ക് ബാത്റൂം അറ്റാച്ച് ചെയ്യാം, ബാക്കിൽ സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്കൊരു 10-50 റുപ്യ ചെലവ് വരും. കാരണം ബാത്റൂം കട്ടണമെങ്കിൽ ചുരുങ്ങിയത് 50 റുപ്യ ചെലവ് വരും. അപ്പൊ 3 ബെഡ്റൂം, വലിയൊരു ഹാള് കാണൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് കിച്ചണാണ്. കിച്ചൺ അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇതുപോലെ തന്നെ ആണോ, വലിയ കുഴപ്പമില്ലാത്തൊരു കിച്ചണാണ്. സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലോ, ഈ പുറത്ത് ഈ ഭാഗത്ത് നമുക്ക് ഷീറ്റ് ഉണ്ട് കേട്ടോ. തുണി അലക്കിയിടാനും കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് ഷീറ്റ് ഇട്ടുണ്ട്. ഇനി അറ്റാച്ച് ബാത്റൂം ചെയ്യുക എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇവിടുന്നാണ്. ഇവിടെ നമുക്കൊരു ബാത്റൂം സൗകര്യം ചെയ്യാം. എന്നാൽ ഈ റൂമിലേക്ക് അറ്റാച്ച് ബാത്റൂമായിട്ട് സൗകര്യം കിട്ടും. ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യണം.
അതുപോലെ തന്നെ വർക്ക് ഏരിയ എടുക്കാം, ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് ഏരിയ എടുക്കാം കേട്ടോ. ഇത് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ്, ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് ഏരിയ എടുക്കാം. അപ്പൊ എന്ത് വേണമെങ്കിൽ ചെയ്യാം, സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇത് ഹബീബിങ്ങളെ ടൗണിലാണ്. ഏത് ടൗണിൽ? ചെർപ്പുളശ്ശേരി ടൗൺ അല്ല, ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു വീട് വിലക്ക് കിട്ടുക പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെ. പ്രത്യേകിച്ച് ഇത് ആർക്കൊക്കെ എടുത്തിട്ട് വാടകയ്ക്കോ എന്തിനൊക്കെ കൊടുക്കും ഇങ്ങനത്തെ വീടുകൾ, യാതൊരു സംശയമില്ല. ടൗണിന്റെ അടുത്തായതുകൊണ്ട് നല്ലൊരു വാടകയൊക്കെ കിട്ടും. അപ്പൊ ഇതിന്റെ ഉദ്ദേശ റേറ്റ് 26.5 ലക്ഷം രൂപയാണ്. 26.5 ലക്ഷം. ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 2.5 ലക്ഷം 3 ലക്ഷം വരെയുള്ള ഏരിയയാണ്. അപ്പൊ 26.5 ലക്ഷമാണ് ചോദിക്കുന്നത് എങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ്. ടൗണിന്റെ ഹൃദയഭാഗത്തല്ല, പക്ഷെ ടൗണിനോട് ചേർന്നിട്ടാണ്. ഇവിടുന്ന് ടൗണിലേക്ക് 2-2.5 കിലോമീറ്റർ ബസ് സ്റ്റാൻഡിലേക്കും മറ്റുള്ള കാര്യങ്ങൾക്കും, അതേമാതിരി ഇത് മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലം കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, മലപ്പുറത്തെ ഓരോ വീഡിയോസും നമ്മളിവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. കാരണം ഇങ്ങനത്തെ വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ഹബീബിങ്ങൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുക്കും. മഅസ്സലാമ.